ഇന്നത്തെ ക്ലാസ്സിൽ റിയൽ വെക്ടർ സ്പേസിൻ്റെ അല്ലെങ്കിൽ സാധാരണ വെക്ടർ സ്പേസിൻ്റെ ചില പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റിയൽ വെക്ടർ സ്പേസിന് മാത്രമല്ല, കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആണെങ്കിലും ഹോൾഡ് ചെയ്യുന്ന ചില പ്രോപ്പർട്ടീസാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ തിയറം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ്. സോ വി ഒരു വെക്ടർ സ്പേസ് ആണ്. വെക്ടർ യു ഈസ് എ വെക്ടർ ഇൻ വി. K is a scalar. Then scalar 0 times vector u is equal to vector 0. Scalar k times vector 0 is equal to vector 0. Minus 1 times vector u is equal to minus vector u. If k vector u equal to 0, then k equal to 0 or vector u is equal to 0. ഇതാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്ന 4 റിസൾട്ടുകൾ. ഇതിലെന്തൊക്കെയാണ് ഓരോ റിസൾട്ടിലും പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മളോട് പറയുന്നത്, ഫസ്റ്റ് റിസൾട്ടിൽ നമ്മളോട് പറയുന്നത് സ്കെയിലാർ 0 ടൈംസ് വെക്ടർ യു ഇസ് ഈക്വൽ ടു വെക്ടർ 0. ഇഫ് k ഈക്വൽ ടു 0, ഇഫ് ദ സ്കെയിലാർ is 0, if we multiply any vector with the 0 scalar, you will get the 0 vector എന്നാണ് ആദ്യത്തെ റിസൾട്ടിൽ നമ്മളോട് പറയുന്നത്. സ്കെയിലാർ 0 ആണെങ്കിൽ 0 എന്നുള്ള സ്കെയിലാർ കൊണ്ട് ഏത് വെക്ടറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്നത് വെക്ടർ 0 ആണ്. ഇത് രണ്ടും രണ്ട് സ്ഥലത്തുള്ള ആൾക്കാരാണെന്ന് ഓർക്കണം. വൺ ഇസ് സ്കെയിലാർ, ദ അതർ വൺ ഇസ് the element of the vector space. Now the second result, k times 0 vector is equal to 0 vector. You multiply the 0 vector with any scalar, what you get is the 0 vector itself. എത്ര വലിയ അല്ലെങ്കിൽ ഏത് സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല, 0 വെക്റ്റർ വിൽ ഗിവ് ഓൾവേസ് 0 വെക്റ്റർ. അടുത്തത് നമ്മളോട് പറയുന്നത് -1 ടൈംസ് വെക്റ്റർ യു is equal to മൈനസ് വെക്റ്റർ യു എന്നാണ്. ഇവിടെ മൈനസ് വെക്റ്റർ യു means additive inverse of vector u. Okay, additive inverse of vector u. So if you multiply vector u with the scalar -1, you will get the additive inverse of vector u. The next result says that k vector u equal to vector 0, then either the scalar k will be 0 or the vector u will be 0 vector. ഓൾറെഡി ആദ്യത്തെ രണ്ട് റിസൾട്ടുകളിൽ നമ്മളോട് പറയുന്നുണ്ട് k 0 ആണെങ്കിലും വെക്ടർ യു 0 ആണെങ്കിലും k വെക്ടർ യു വിൽ ബി വെക്ടർ 0 എന്ന ആദ്യത്തെ രണ്ട് റിസൾട്ടുകൾ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് അതിൻ്റെ കോൺവേഴ്സും ട്രൂ ആണ്. ഒരു സ്കെയിലാർ കൊണ്ട് നമ്മളൊരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 0 വെക്ടർ ആണെങ്കിൽ ഒന്നുകിൽ ദാറ്റ് സ്കെയിലാർ ഷുഡ് ബി 0 ഓർ ദ വെക്റ്റർ ഷുഡ് ബി 0 വെക്റ്റർ. ഇതാണ് നാലാമത്തെ റിസൾട്ട് പറയുന്നത്. ഇനി നമുക്കിത് ഈ 4 റിസൾട്ടുകളും പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വളരെ ഫണ്ടമെൻ്റലായിട്ട് തോന്നുന്ന, വളരെ ബേസിക്കായിട്ട് തോന്നുന്ന റിസൾട്ടുകളാണ് ഇതെല്ലാം. ബേസിക്കായിട്ടുള്ള റിസൾട്ടുകളാണ് താനും. പക്ഷേ ഓരോ സ്റ്റെപ്പിനും, നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിനും കൃത്യമായിട്ട് നമുക്കൊരു റീസൺ ഉണ്ടായിരിക്കണം. ഈ റീസൺ എന്ന് പറയുന്നത് ഒന്നുകിൽ വെക്ടർ സ്പേസിൻ്റെ ആക്സിയംസ് ആവാം, അല്ലെങ്കിൽ ഈ ആക്സിയംസ് ഉപയോഗിച്ച് നമ്മൾ പ്രൂവ് ചെയ്യുന്ന റിസൾട്ടുകളാവാം. ഇപ്പോൾ ഇതുവരെ നമ്മൾ വെക്ടർ സ്പേസിൻ്റെ ആക്സിയംസ് ഉപയോഗിച്ച് ഒരു റിസൾട്ടും പ്രൂവ് ചെയ്തിട്ടില്ല. എക്സാമ്പിൾസ് വെരിഫൈ ചെയ്തു എന്നല്ലാതെ, വെക്ടർ സ്പേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തു എന്നല്ലാതെ ജനറൽ ആയിട്ടുള്ള ഒരു റിസൾട്ടും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. സോ ടു പ്രൂവ് ദ ഫസ്റ്റ് റിസൾട്ട്, what we have is only the axioms of vector space. So ആദ്യത്തെ റിസൾട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. what we have to prove is 0 times vector u is equal to vector 0. So 0 times vector u plus 0 times vector u can be written as 0 plus 0 times vector u. നമ്മളിവിടെ ഉപയോഗിക്കുന്ന റിസൾട്ട് ഇതാണ്. k vector u plus m vector u is equal to k plus m times vector u. Axiom 8.
Now 0 plus 0 is nothing but 0, so we can write this as 0 vector u. ഈ 0 വെക്റ്റർ യു എന്ന് പറയുന്നത് നമ്മുടെ വെക്റ്റർ സ്പേസിലുള്ള ഒരു എലമെൻ്റ് ആണ്. ബൈ ആക്സിയം 5 എനി വെക്റ്റർ in the vector space have an additive inverse. So 0 vector u has a negative minus 0 vector u. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇതാണ്, 0 വെക്റ്റർ യു പ്ലസ് 0 വെക്റ്റർ യു is equal to 0 vector u. We will add minus 0 vector u on both sides. എൽ എച്ച് എസിലും ആർ എച്ച് എസിലും നമ്മൾ മൈനസ് 0 വെക്റ്റർ യു ആഡ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് എന്താണ് കിട്ടുക നോക്കാം. 0 വെക്റ്റർ യു പ്ലസ് 0 വെക്റ്റർ യു പ്ലസ് മൈനസ് 0 വെക്റ്റർ യു ഇസ് ഈക്വൽ ടു 0 വെക്റ്റർ യു പ്ലസ് മൈനസ് 0 വെക്റ്റർ യു. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ക്യാൻ ബി റിട്ടൺ ആസ് 0 വെക്റ്റർ യു പ്ലസ് 0 vector u plus minus 0 vector u, and this is equal to 0 vector u plus minus 0 vector u by associative property. Now ഇവിടെ മൈനസ് 0 വെക്റ്റർ യു എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത് 0 വെക്റ്റർ യുവിൻ്റെ നെഗറ്റീവ് എലമെൻറ്റിനെയാണ്. സോ ദിസ് 0 വെക്റ്റർ യു പ്ലസ് മൈനസ് 0 വെക്റ്റർ യു വിൽ ഗിവ് us the 0 vector. Adding these two, we will get the 0 vector. So what we have is 0 vector u plus vector 0 is equal to vector 0. Okay. Now 0 vector u plus vector 0 is 0 vector u itself by axiom 4 in the definition of vector spaces. So now we have 0 times vector u is equal to vector 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്ന റിസൾട്ടും. അടുത്തതായിട്ട് സെക്കൻഡ് റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്യാണ്. അതായത് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ലെറ്റ് കെ ബി എനി സ്കെയിലാർ കെ ടൈംസ് വെക്റ്റർ 0 ഈസ് ഈക്വൽ ടു വെക്റ്റർ 0. സോ കെ ടൈംസ് വെക്റ്റർ 0 പ്ലസ് കെ ടൈംസ് വെക്റ്റർ യു ക്യാൻ ബി റിട്ടൺ ആസ് കെ ടൈംസ് vector 0 plus vector u by axiom 7. Axiom 7 is k times vector u plus k times vector v is equal to k times vector u plus vector v. Now 0 plus vector u is vector u itself by axiom 4. So we have k times vector 0 plus k vector u is equal to k vector u, and this is true for every vector u element of v. So നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ k വെക്റ്റർ യുവിൻ്റെ നെഗറ്റീവ് കൊണ്ട് ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡിലും ആഡ് ചെയ്യാൻ പോവാണ്. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് k വെക്റ്റർ 0 പ്ലസ് k വെക്റ്റർ u മൈനസ് ഓർ പ്ലസ് minus k vector u is equal to k vector u plus minus k vector u. ഇവിടെ ഞാൻ മൈനസ് കെ വെക്റ്റർ യു എന്ന് എഴുതിയിരിക്കുന്നത് കെ വെക്റ്റർ യുവിൻ്റെ നെഗറ്റീവ് വെക്റ്റർ ഏതാണോ അതിനെയാണ്. സോ ഹിയർ വി ഹാവ് ഇൻ ദിസ് സൈഡ് വി ഹാവ് 0. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ k വെക്റ്റർ 0 പ്ലസ് k വെക്റ്റർ u പ്ലസ് മൈനസ് k വെക്റ്റർ u എന്ന് കിട്ടും. എഗെയിൻ ദീസ് ടു വിൽ ഗിവ് us the 0 vector, and k times vector 0 plus vector 0 is k times vector 0. So we have k times vector 0 is equal to vector 0. ഇതാണ് നമ്മുടെ സെക്കൻഡ് റിസൾട്ട് നമ്മളോട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് തേർഡ് റിസൾട്ടിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് -1 ടൈംസ് വെക്റ്റർ യു വിൽ ഗിവ് us the additive inverse of vector u. സോ -1 ടൈംസ് വെക്റ്റർ യു അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് വെക്റ്റർ യു ആണ് എന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് വെക്റ്റർ യു പ്ലസ് -1 ടൈംസ് വെക്റ്റർ യു ഇസ് ഈക്വൽ ടു വെക്റ്റർ 0. സോ നമ്മളിതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. So vector u plus -1 times vector u is equal to
1 times vector u plus minus 1 times vector u by axiom 10. Axiom 10 നമ്മളോട് പറയുന്നത് 1 scalar 1 times vector u is equal to vector u for all vector u in the vector space V എന്നാണ്. So we can write vector u as 1 times vector u. Then distributive property axiom 8 ഉപയോഗിച്ചാൽ നമുക്കിതിനെ 1 plus minus 1 times vector u എന്ന് എഴുതാം. But 1 plus minus 1 is nothing but 0 by the property of numbers. So we can write this as 0 times vector u. And in the part A of this theorem, we proved that 0 times vector u is equal to vector 0. So now we have vector u plus minus 1 vector u is equal to vector 0, and this implies minus 1 times vector u is equal to the additive inverse of vector u. Now the fourth property, ഇതിലൊരു ഭാഗം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കെയോ വെക്റ്റർ യുവോ 0 ആണെങ്കിൽ നമുക്ക് കെ വെക്റ്റർ യു ഈക്വൽ ടു 0 വെക്റ്റർ എന്നറിയാം. അടുത്തതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കെ വെക്റ്റർ യു ഈക്വൽ ടു 0 ആണെങ്കിൽ ഒന്നുകിൽ കെ അല്ലെങ്കിൽ വെക്റ്റർ യു 0 ആയിരിക്കും എന്നാണ്. ഇഫ് കെ ഈക്വൽ ടു 0 നമ്മുടെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. സോ വി ആർ അസ്യൂമിങ് ദാറ്റ് കെ നോട്ട് ഈക്വൽ ടു 0. കെ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ദ ഓൺലി പോസിബിലിറ്റി ഈസ് ദാറ്റ് വെക്റ്റർ യു ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് കെ നോട്ട് ഈക്വൽ ടു 0. എനിവേ കെ ഈസ് എ റിയൽ നമ്പർ. ഇനി കോംപ്ലക്സ് നമ്പർ ആയാലും കുഴപ്പമില്ല. കെ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ 1/k എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. കെ റിയൽ നമ്പർ ആണെങ്കിൽ 1/k റിയൽ നമ്പറാണ്. അതല്ല കെ കോംപ്ലക്സ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇഫ് കെ ഈസ് എ നോൺ സീറോ കോംപ്ലക്സ് നമ്പർ 1/k ഈസ് എ കോംപ്ലക്സ് നമ്പർ. അപ്പോഴായാലും നമുക്ക് കുഴപ്പമില്ല. എനിവേ ഇൻ ദിസ് സെക്ഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നത് സ്കെയിലാസ് എല്ലാം റിയൽ നമ്പേഴ്സ് ആണെന്നാണ്. സോ എനിവേ ഇഫ് കെ നോട്ട് ഈക്വൽ ടു 0, 1/k ഈസ് എ സ്കെയിലാർ. സോ കെ വെക്റ്റർ യു ഈക്വൽ ടു വെക്റ്റർ 0 എന്നുള്ള ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഈ 1/k കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ വി വിൽ ഗെറ്റ് 1/k ടൈംസ് കെ വെക്റ്റർ യു ഈസ് ഈക്വൽ ടു 1/k ടൈംസ് വെക്റ്റർ 0. ഇതിൽ വി ഹാവ് എ റിസൾട്ട് കെ ടൈംസ് എം വെക്റ്റർ യു ഇസ് ഈക്വൽ ടു കെ എം ടൈംസ് വെക്റ്റർ യു. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യണു. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ പാർട്ട് വി പ്രൂവ്ഡ് ദാറ്റ് എനി സ്കെയിലാർ ടൈംസ് വെക്റ്റർ 0 ഈസ് വെക്റ്റർ 0. ഇവിടെ 1/k എന്ന് പറയുന്നത് ഒരു സ്കെയിലാറാണ്. സോ this 1/k is a scalar. So we can say that 1/k times vector 0 is also vector 0. So what we get is 1/k times k times vector u is equal to vector 0, and 1/k times k is 1. So this is 1 vector u is equal to vector 0. But 1 vector u is nothing but vector u by axiom 10. So we have vector u is equal to vector 0. So whenever k not equal to 0, we have vector u is equal to vector 0. സോ ഒരു സ്കെയിലാറും ഒരു വെക്റ്ററും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 വെക്റ്റർ കിട്ടണം എന്നുണ്ടെങ്കിൽ ദ ഓൺലി പോസിബിലിറ്റി ഈസ് ദാറ്റ് എയ്തർ ദ സ്കെയിലാർ ഇസ് 0 ഓർ ദ വെക്റ്റർ ഇസ് 0. നൗ അടുത്തതായിട്ട് നമുക്ക് ഒരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു അൺയൂഷ്വൽ വെക്റ്റർ സ്പേസ് കണ്ടിരുന്നു. കൺസിഡർ ദ വെക്റ്റർ സ്പേസ് വി which is equal to set of all positive real numbers with vector addition and scalar multiplication defined by vector u plus vector v is equal to the product of numerical value of u and v, and k times vector u scalar multiplication is equal to the numerical value of u to the power k. ഇതൊരു വെക്റ്റർ സ്പേസ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രൂവ് ചെയ്ത പാർട്ട് എ നമ്മളോട് പറയുന്നത് ഇതാണ്: സ്കെയിലാർ 0 ടൈംസ് വെക്റ്റർ യു ഇസ് ഈക്വൽ ടു വെക്റ്റർ 0. സോ ദിസ് ഇംപ്ലൈസ് സ്കെയിലാർ 0 ടൈംസ് വെക്റ്റർ യു ഇസ് നത്തിങ് ബട്ട്
u power 0 by the definition. So u power 0 is equal to vector 0. Vector 0 means additive identity of v. Additive identity of v എന്നുള്ളതിനെയാണ് നമ്മൾ ഈ വെക്ടർ 0 എന്ന് എഴുതുന്നത്. ഈ വെക്ടർ സ്പേസിലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1 ആണ് എന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. സോ വാട്ട് വി ഗെറ്റ് ഇസ് u പവർ 0 ഈസ് ഈക്വൽ ടു 1. നമുക്കറിയുന്ന റിസൾട്ടാണ്, പക്ഷേ ഈ റിസൾട്ട് നമ്മൾ ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ വെക്ടർ സ്പേസിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് u പവർ 0 ഈസ് ഈക്വൽ ടു 1 എന്ന് ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായിട്ട് ക്യാൻസലേഷൻ ലോയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വെക്ടർ അഡീഷൻ്റെ ക്യാൻസലേഷൻ ലോ. സോ ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് if vector u, vector v and vector w are elements of the vector space v, then vector u plus vector v is equal to vector u plus vector w implies vector v is equal to vector w. So നമുക്കിത് പ്രൂവ് ചെയ്യണം. വെക്ടർ u പ്ലസ് വെക്ടർ v ഇസ് ഈക്വൽ ടു വെക്ടർ u പ്ലസ് വെക്ടർ w ആണെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡിലും അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് u കൊണ്ട് ആഡ് ചെയ്താലും നമുക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാവാൻ പാടില്ല. സോ മൈനസ് u പ്ലസ് v ഇസ് ഈക്വൽ ടു മൈനസ് u പ്ലസ് w. നൗ അപ്ലൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. സോ മൈനസ് u പ്ലസ് v ഇസ് ഈക്വൽ ടു minus u plus w by associative property, that is axiom 3. Now minus u plus u is nothing but 0 vector. So write this on both sides. So 0 vector plus vector v is equal to vector 0 plus vector w. But vector 0 plus vector v is nothing but vector v. Similarly vector 0 plus vector w is nothing but vector w by axiom 4. So we have whenever vector u plus vector v is equal to vector u plus vector w, vector v is equal to vector w. So the cancellation law holds. ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നമുക്കറിയാത്ത റിസൾട്ടുകളല്ല നമ്മളിന്ന് പഠിച്ചിരിക്കുന്നതെല്ലാം. പക്ഷേ ഇവിടെ ആലോചിക്കേണ്ടത് സ്കെയിലാറുകൾ ഒരു സെറ്റിലുള്ളവരാണെങ്കിൽ നമ്മുടെ വെക്റ്റേഴ്സ് വെക്ടർ സ്പേസിലുള്ള എലമെൻറ്റ്സ് ആണ്. ഇവർ തമ്മിലാണ് നമ്മൾ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഓരോ റിസൾട്ടിനും പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഓരോ സ്റ്റെപ്പിലും അതിൻ്റെ തക്കതായിട്ടുള്ള റീസൺസ് നമുക്ക് ഉണ്ടായിരിക്കണം.